ഹേ ഗായ്സ്, എന്തൊക്കെയാണ് നമ്മളെ കേരളത്തിൽ നടക്കുന്നത് അല്ലേ? പുനലൂരിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ കുറച്ച് അമ്മമാര് അച്ഛന്മാരെയും പീഡിപ്പിക്കുന്നു എന്ന വാർത്ത കേട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയതാണ്. ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചി അവിടുത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്ക് കേട്ടോക്കാം. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ രണ്ട് അമ്മമാരാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് താഴത്തോട്ട്. അപ്പൊ അവര് പറയുന്നത് അവർക്ക് നൈറ്റ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് ആരുടെ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് നൈറ്റ് ഒക്കെ വലിച്ചു കീറി ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നെന്ന് പറയുന്നു. അപ്പൊ അവർ വായിക്കാത്ത ഇച്ചിരി എന്തോ വെള്ളമോ എന്തോ ചാരായോ എന്തോ ഒഴിച്ചു കൊടുത്തു ആ അമ്മയ്ക്ക്. അപ്പൊ മറ്റേ അമ്മയുടെ ആണെങ്കിൽ മാലയും കമ്മലും കയ്യിലെ മോതിരവും ഒക്കെ ഇവർക്ക് എങ്ങാണ്ട് കൊടുത്തെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ 4 ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. അമ്മമാർക്കാണ് ഇവിടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഈ പുള്ളി കുടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ടർ കുടിക്കും, നല്ല ഉപദ്രവം ഒക്കെ ചെയ്യുന്നു അവരെ. പുള്ളി ഇവിടെ തന്നെ നിൽക്കുന്നത്, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ 9 അച്ഛന്മാരും 3 അമ്മമാരും. അല്ല, അമ്മമാരപ്പുറത്ത്, അച്ഛന്മാരിവിടെ. 2 റൂം. ഇവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ രണ്ട് അമ്മമാരാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് താഴത്തോട്ട്. അപ്പൊ അവര് പറയുന്നത് അവർക്ക് നൈറ്റ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് ആരുടെ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ട് നൈറ്റ് ഒക്കെ വലിച്ചു കീറി ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരുന്നെന്ന് പറയുന്നു. അപ്പൊ അവിടെ താമസിച്ചു വരികയായിരുന്ന ഒരമ്മ വെളിപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടാ ഞെട്ടിപ്പോവും. മക്കളായിട്ടില്ല. ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ കൂലിവേല ഇത് ജീവിച്ചോരാ. പിന്നെ ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്തില്ല. അവിടെ രണ്ട് തടിയന്മാരുടെ ഇടയ്ക്ക് നിന്ന് ഒരു അമ്മയുടെ കൂടെ നിന്ന് ഞാൻ ജീവിച്ചില്ല. 5 വർഷമായി ആ വീട്ടിൽ ഞാൻ വന്ന് നിന്നിട്ട്. ഇപ്പൊ പറ്റിയത് ഏതും കൊള്ളില്ല. എവനെ ഞങ്ങളെ എന്നെ വേണം, കുളിക്കാൻ സമ്മതിക്കില്ല. ഇതിനകത്ത് ഇതാക്കി വെച്ചിട്ട് അതിരുന്ന് കാണും, ഞങ്ങൾ കുളിക്കുന്ന കാണും ക്യാമറ പക്ഷെ എങ്ങനെ ഞാൻ കുളിക്കുന്നു അതുപോലെ അവൻ അത് വെച്ച് കണ്ടിട്ട് രാത്രി വന്ന് പറയും. മനസ്സിലായ? ഇനി എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല. അത് കൊള്ള, ആ ശരീരം കൊള്ള. നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് മക്കളും ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഭർത്താവിനൂടെ ജീവിച്ചിട്ടുണ്ട്, സത്യമാണ്. ഞാൻ അങ്ങനെയുള്ള അയൽക്കൂടെ പറഞ്ഞ് ഞാൻ അങ്ങനെയുള്ള ആളല്ല. ഞാൻ കൂലി വരെ ചെയ്താലും അഞ്ചക്കാരൻ അങ്ങ് അഞ്ചെന്ന് തിരക്ക് ഞങ്ങൾ എങ്ങനെ ഞാൻ ജീവിച്ചതെന്ന് ആ നിൽക്കുന്ന വീട്ടുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നിന്നോടെ പറയേണ്ട, നിന്നെ നീ കണ്ടപ്പോൾ എനിക്ക് നല്ലത് കൊണ്ട് വന്ന തൊട്ട് നിന്നെ എനിക്ക് വേണം. മനസ്സിലായോ? അന്നേരം ഈ സ്ത്രീയൊക്കെ ഇവരും കൂടെ വന്നിട്ട് 2 ലക്ഷം രൂപ ഈ സ്ത്രീയുടെ കൊടുത്തു. ഈ പെണ്ണുമ്പോഴുള്ള അവന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. 2 ലക്ഷം രൂപ ഞാൻ നിന്ന വീട്ടില്ല. കമ്മല്, മാല, മോതിരം, ഇനി ഇത്രയും വേണം. ഞാൻ എവിടെങ്കിലും എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് വീടില്ല, കൂടില്ല. എനിക്ക് ഒരാങ്ങളുണ്ട്, അവന് സുഖമില്ലാത്ത. അവൻ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവന്റെ ഭാര്യ സമ്മതിക്കത്തില്ല എന്നെ കൊണ്ടു നിർത്താൻ. അങ്ങനെയാണ് ഒരു രാത്രി ഒരു പകൽ കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടാക്കി. അന്നേരം ഇവന്റെ ഭാര്യ പറഞ്ഞു, അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട, എന്നെ ശരിയല്ല, ഇവന്റെ കൂട്ടുകാരനോടെല്ലാം ഇവിടെ കൂടി കുടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യും, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പോകാൻ നോക്കാൻ പറഞ്ഞു. ആ കാര്യം ഒരുത്തനോട് പറഞ്ഞപ്പോൾ അവൻ ഇവന്റെ കൂടെ പറഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയത് എൻ്റെ കൂടെ വഴക്കില്. പിന്നെ ഞാൻ രാത്രി ഇവിടെ കിടക്കുന്ന കമ്പും കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതായിരിക്കുന്ന കമ്പ്, ഈ കമ്പ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ വിളിപ്പിക്കുന്നത്. ഇന്നലെ മേലെ ഞാൻ 3 ദിവസം ഇതിനെ കടന്ന് പിടിച്ചോണ്ട് എന്റെ മുമ്പിൽ ഇട്ടു. എന്റെ മുമ്പിൽ വെച്ച് പിടിച്ചോണ്ട് പോയി. ഞാൻ ഒരു കമ്പ് കൊണ്ട് നിന്ന് എന്നെ പിടിക്കാതെ ഞാൻ ഈ കാലം ചെയ്യാതെ അവർ അവരെ എന്നെ വേണം. എവിടെ കൊണ്ടുപോയപ്പോൾ അഴിച്ചിട്ടപ്പോൾ എവിടെ കൊള്ളത്തില്ല, എല്ലാം ഇവിടെ ഉണങ്ങി കൊള്ളൂല. എന്നോട് പറയുക, എന്നെ വേണം, നിങ്ങൾ എനിക്ക് വേണം. മണിയമ്മേ നിങ്ങൾ എനിക്ക് വേണം. നിനക്ക് തെങ്ങക്ക് തുരയ്ക്കാൻ വയ്യെങ്കിൽ എന്താ ഇവിടെ തുരയ്ക്കാൻ വയ്യെങ്കിൽ ഞാൻ തുരച്ചിട്ട് തരാം, തുരച്ചിട്ട് എനിക്ക് തരാം, എനിക്ക് വേണം. എന്താ പറഞ്ഞൂടെ? പറയാമോളെ? അവൻ പറഞ്ഞില്ല, മറുപടി എനിക്ക് പറയാമോ? പറയണ്ടേ? ഈ പീഡന വിവരം ഇപ്പൊ അറിഞ്ഞത് തന്നെ വളരെ ഭാഗ്യം എന്ന് വിചാരിക്കാം. കാരണം കുറച്ചും കൂടി കഴിഞ്ഞ് ചിലപ്പോൾ ഇവരെ ഇല്ലാണ്ടാക്കാൻ തന്നെ പദ്ധതിയുണ്ട് ടീമായിരിക്കും ചിലപ്പോൾ. എന്തായാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും കൊണ്ടുവരട്ടെ. എന്റെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.